രാജപ്പനും കുടുംബവും അർച്ചനയുമൊത്ത് റോസ് മലയിലെത്തുന്നു. അർച്ചനയെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ നിന്ന് പിന്മാറണമെന്ന് ദിനേശൻ സുധിയെ ഉപദേശിക്കുന്നു. നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരാ സാറേ. എന്റെ കുടുംബത്തിലൊരു അനന്തരാവകാശി ജനിക്കുന്നെങ്കിൽ തന്റെ അനന്തരാവകാശി പിറക്കുന്നത് കുലമഹിമയുള്ള കുടുംബത്തിൽ നിന്നാവണമെന്ന് SP വിശ്വനാഥ്. അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും വിശ്വനാഥൻ തയ്യാറല്ല. സുധിക്ക് അർച്ചനയെ തേടി റോസ് മലയിലേക്ക് ഒരിക്കലും എത്താനാവില്ല എന്ന് അമ്പിളി. രാത്രി മഴ തുടരുന്നു. സുധി, അമ്മയ്ക്ക് ഇതിലൊരു പങ്കുണ്ടെന്ന് എനിക്കറിയാം. അമ്മയൊരു സ്ത്രീയല്ലേ മോനെ? എന്താ അമ്മ അവള് ചെയ്ത തെറ്റ്? ഒരു പാവപ്പെട്ട വീട്ടിൽ ജനിച്ചത് അവളുടെ കുറ്റമാണോ? എല്ലാം ഞാൻ പറഞ്ഞതല്ലേ, എന്നിട്ടും അമ്മ മൗനം പാലിച്ചു. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും മോനെ? നീ എന്നോട് പറഞ്ഞപ്പോഴേക്കും അവരീ നാട് വിട്ടു പോയി കഴിഞ്ഞിരുന്നു. അമ്മയ്ക്കെങ്കിലും എന്നെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അച്ഛൻ ഈ പറയുന്ന കുലമഹിമയും ആഭിജാത്യവും കൊണ്ട് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന നേട്ടം എന്താണ്? അറിയാമെങ്കിൽ അമ്മ അതെനിക്കൊന്ന് പറഞ്ഞതാ. നാട്ടുകാരുടെ മുന്നിൽ മേനി നടിച്ച് നടക്കുന്നവർ സത്യത്തിൽ ജീവിക്കുകയാണോ? പരസ്പരമുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ്, അത്രേ ഉള്ളൂ കുടുംബമഹിമ ഉള്ളവർക്കിടയിലെ ജീവിതം. സംഭവിക്കാൻ പോകുന്നത് മനസ്സിലാക്കി ഞാൻ ചെന്ന് അവളെ വിളിച്ചതാ. നിങ്ങൾ കരുതുന്നത് പോലത്തെ ഒരു പെണ്ണായിരുന്നു അർച്ചനയെങ്കിൽ അവൾ ആ നിമിഷം എൻ്റെ കൂടെ ഇറങ്ങി വന്നേനെ. എങ്കിലേ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഈ വീടിന്റെ പടി കിടക്കുന്നത് തടയാൻ മാത്രമേ നിങ്ങൾക്ക് കഴിയൂ. നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ജീവിച്ചേനെ. അവള് തോൽപ്പിച്ചു കളഞ്ഞത് എന്നെയല്ല, നിങ്ങളെ. അത് മനസ്സിലാക്കണമെങ്കിൽ അവളുടെ മനസ്സ് നിങ്ങൾ അറിയണം. നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്ന ഈ സന്തോഷം തന്നതേ അവളാ, അർച്ചന. നിങ്ങൾ പറയുന്ന കുലമഹിമയുള്ള കുടുംബത്തിലെ പെണ്ണിനൊന്നുവേ ഇങ്ങനെയൊരു മനസ്സുണ്ടാവില്ല. ഒത്തിരി ഇഷ്ടത്തോടെ അവളെ മനസ്സിൽ കൊണ്ട് നടന്നവനാ ഞാൻ. മനസ്സിൽ എന്നോട് ഇഷ്ടമുണ്ടെങ്കിലും ഒരിക്കൽ പോലും അവളത് ഭാവിച്ചിട്ടില്ല. അവളെ ഞാൻ സ്നേഹിച്ചതും മോഹിച്ചതും അവളുടെ നല്ല മനസ്സ് കണ്ടിട്ടാ. നിങ്ങളെല്ലാവരും കൂടി ഇപ്പൊ തകർത്തത് എന്റെ മനസ്സിനെയാ. ഇതുകൊണ്ടൊന്നും സുധി തളർന്നു പോയിട്ടില്ല. നിങ്ങൾ അവളെ എവിടെ ഒളിപ്പിച്ച് താമസിപ്പിച്ചാലും ഞാൻ അവളെ കണ്ടെത്തും. അത് ദൈവനിശ്ചയമാണ്. ഇനി അവളുടെ തീരുമാനങ്ങൾക്ക് ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല. എന്റെ പെണ്ണാർച്ചന. അമ്മ ചെല്ല്, കുറച്ചു നേരം ഞാനൊന്ന് തനിച്ചിരുന്നോട്ടെ. നടരാജൻ പോയോ? പോയി. നടരാജൻ എന്തായാലും അവന്റെ മുമ്പിൽ പിടിച്ചു നിന്നു. ഞാൻ ചെന്ന് സുധിയെ കണ്ടു. നമ്മുടെ നീക്കം അവൻ തീരെ പ്രതീക്ഷിച്ചില്ല. അതിലെന്താ സംശയം? വലിയ വേദനയുണ്ട് അവന്. നീ എന്താ ഓരോ പൊട്ടത്തരം പറയുന്നേ? അവൻ പിന്നെ സന്തോഷിക്കുകയാണോ ചെയ്യേണ്ടത്? നിനക്കെന്താ ഒരു മാറ്റം? ഒരു വിവാഹത്തിന് അവനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ നമുക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. എവിടെ ഒളിപ്പിച്ചാലും അവൻ അവളെ കണ്ടുപിടിക്കുന്ന വെല്ലുവിളി. വെല്ലുവിളി നല്ലതാ. അവൻ തമിഴ്നാട് മുഴുവൻ അന്വേഷിക്കട്ടെ. ശ്രീരാമചന്ദ്രനല്ലേ അവൻ? ആ പെണ്ണിന്റെ നിലപാടാ എനിക്ക് മനസ്സിലാവാത്തത്. ഏതാണ്ട് അനാഥയെ പോലെ ബന്ധുവീട്ടിലല്ലേ താമസം. രാജപ്പന്റെ ഭീഷണിക്കൊന്നും വീഴേണ്ട കാര്യം അവൾക്കില്ല. മറ്റു 2 പിള്ളേരും അവളുടെ കൂടപ്പിറപ്പുകളും അല്ല. സുധിയുമായിട്ട് വലിയ അടുപ്പം അവക്കുള്ളത്. ഒരു രാത്രി ഹോട്ടൽ മുറിയിൽ ഒന്നിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. അവിടെ എന്താ സംഭവിച്ചെന്ന് നമുക്കറിയില്ലല്ലോ. രാജപ്പന്റെ അട്ടഹാസവും ബഹളവും ഒക്കെ കണ്ട് അവള് കൂടെ പോയതായിക്കൂടെ? നമ്മൾ അവളെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടുമില്ല. ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങുമ്പോ അവൾ അവനെ വിളിക്കാതിരിക്കോ?
അങ്ങനെ സംഭവിക്കില്ലെന്ന് ഞാനും പറയുന്നില്ല. ദേ വിശ്വേട്ടൻ ഒന്ന് ഓർക്കണം, ഇനി രാജപ്പനെ പേടിപ്പിക്കാനൊന്നും നമുക്ക് കഴിയില്ല. നമ്മുടെ പിടിയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് അയാള്. അവള് സുധിയെ വിളിച്ച രാജപ്പനെ ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല. നീ എന്താ പറഞ്ഞു വരുന്നത്? നമ്മൾ ഇവിടെ കൊണ്ട് ഇത് അവസാനിപ്പിക്കല്ല വേണ്ടത്. അവളെ നഷ്ടപ്പെട്ടെന്ന തിരിച്ചറിവ് സുധിയിലുണ്ടാക്കണം. എങ്കിൽ മാത്രമേ സുധിക്കൊരു ജീവിതം ഉണ്ടാവൂ. അതിന് നീ കാണുന്ന വഴി പറ. അർച്ചനയുടെ വിവാഹം. രാജപ്പനെ കണ്ട് പിടിച്ച പിടിയാലെ അവളുടെ വിവാഹം നമ്മൾ നടത്തിപ്പിക്കണം. അതിന്റെ ചെലവെന്താന്ന് വെച്ചാ അതും കൂടി നമ്മൾ വഹിക്കണം. അവളെ ഒന്ന് ഇറക്കി വിടാൻ കാത്തിരിക്കുക രാജപ്പൻ. അർച്ചനയുടെ വിവാഹം കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്ന വരവിട്ട് സുധിക്ക് പോകാനാവില്ല. അവനെ വേണ്ടാന്ന് വെച്ചിട്ടല്ലേ അവള് മറ്റൊരു വിവാഹത്തിന് തയ്യാറായത്. ആരോടവൻ പരാതി പറയും? സുധിയെ മുട്ടുകുത്തിക്കാൻ ഇതല്ലാതെ വേറെ എന്തു വഴിയുണ്ട്? നീ പറഞ്ഞതാ ശരി. ഒരു പയ്യനെ കണ്ടെത്തി അവളെ ഇറക്കി വിടാൻ രാജപ്പന് നിസ്സാരമായിട്ട് കഴിയും. രാജപ്പനെ വിളിക്കുന്നുണ്ട് ഞാൻ. കുറേ നാളുകൾക്ക് ശേഷം ഇന്നലെ സുഖമായിട്ടൊന്ന് ഉറങ്ങി. അമ്മയ്ക്ക് സുഖമായിട്ട് ഉറങ്ങാം. മക്കളുടെ ഭാവിയെ പറ്റി ചിന്തയൊന്നും വേണ്ടല്ലോ. രാവിലെ തന്നെ വഴക്കടിക്കാനാണോ പെണ്ണ നിന്റെ ഭാവം? മെഷീനിലെ സ്റ്റിച്ച് വീഴുന്നില്ല, ഞാനിനി എന്ത് ചെയ്യും? വണ്ടിയുടെ മേളിലിരുന്നപ്പോഴെന്തെങ്കിലും കേടുപറ്റിയതാവും. ആകെയുള്ള പ്രതീക്ഷയായിരുന്നു, അതും ഇങ്ങനെയായി. കുറച്ചു നേരം ചവിട്ടി നോക്ക്, നേരെയാവും. ദേ തണുത്തു പോകുന്നതിന് മുമ്പ് കട്ടനെടുത്ത് കുടിക്കും. അച്ഛനെ രാവിലെ തന്നെ ഡ്രസ്സ് മാറി ഇറങ്ങിയിട്ടുണ്ട്. വല്ലതും ചോദിച്ചാൽ പറഞ്ഞിട്ട് വേണ്ടേ? നീ ഒന്ന് ചോദിക്കടി. ഇനി എന്നാ വരുന്നതെന്ന് ഒരു നിശ്ചയവും ഇല്ല. നല്ല സ്ഥലമല്ലേ ചേച്ചി? രാവിലെ എന്തൊരു തണുപ്പാ. രേവതി കേക്കണ്ട. അച്ഛൻ എവിടെയാ പോവാണെന്ന് തോന്നുന്നു. രാവിലെ റെഡിയായല്ലോ. ആ രാവിലെ തന്നെ അച്ഛൻ ഇത് എങ്ങോട്ടാ? ഈ വീട് ഇതുവരെ സ്വന്തമായിട്ടൊന്നുമില്ല. മുദ്രക്കടലാസിൽ എഴുതി ഒപ്പിട്ട് കിട്ടുമ്പോഴേ സ്വന്തമാവും. ബാക്കി കാശ് കൂടി SP സാർ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അയാളെ ചെന്ന് കാണണം. അയാൾ ആഗ്രഹിച്ച കാര്യം നടന്നല്ലോ. നമ്മളെ അവിടെ ഓടിച്ചു വിടാൻ അയാൾക്ക് കഴിഞ്ഞു. ഇനി ആ പണം കിട്ടാനൊന്നും പോകുന്നില്ല. അച്ഛൻ ചെല്ലുമ്പോ SP തനി നിറം കാണാം. ഒരാഴ്ചക്കുള്ളിൽ അച്ഛൻ വേറൊരു വാടക വീട് നോക്കുന്നതാ നല്ലത്. ഇവിടെ സുഖിച്ച് ജീവിക്കാമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. ഇനി ആരാണാവോ? എന്താടി നീ പറഞ്ഞത്? SP സാർ കൈവിട്ട് കളഞ്ഞെന്നോ? അങ്ങേരാടി വിളിക്കുന്നത്? ഹലോ രാജപ്പനാ സാറേ. ഓ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞു സാറേ. വരാ സാറേ. അങ്ങോട്ട് ചെല്ലാൻ അങ്ങേരൊരു വാക്ക് പറഞ്ഞ വാക്കാ. അതുപോലെ ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അത് തെറ്റിച്ചാ പിന്നെ ഞാനൊന്നും പറയണ്ടല്ലോ. അയാള് വിളിച്ച നിലയ്ക്ക് അച്ഛൻ കുറച്ചുകൂടി ബുദ്ധി കാണിക്കണം. കിട്ടുന്ന അവസരം പാഴാക്കി കളയരുത്. അയാളുടെ മോന്റെ വിവാഹം കഴിഞ്ഞാ പിന്നെ ഈ വിളിയും അന്വേഷണവും ഒന്നും ഉണ്ടാവില്ല. തരുന്നതിന് പുറമെ 5ഓ 10ഓ കൂടി അച്ഛൻ കൂടുതൽ ചോദിക്കണം. കൊള്ളാലോടെ നീ പറയുന്നേ. നിങ്ങൾ അതിനൊന്നും പോവില്ലേ മനുഷ്യ? ഞാൻ പറയുന്നതിൽ എന്താ തെറ്റ്? അച്ഛൻ 1 കോടി ചോദിച്ചെങ്കിലും ആ SP സാർ തന്നേന്.
കുറച്ച് പണം പോയാലെന്താ, അയാൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത് മോന്റെ ജീവിതമല്ലേ. അച്ഛനായിട്ട് അയാളുടെ മോന്റെ ജീവിതം തിരിച്ചു കൊടുക്കുമ്പോ അച്ഛന്റെ മക്കൾക്കും ഒരു ജീവിതം വേണ്ടേ? അച്ഛന്റെ 2 മക്കൾക്കും വന്ന നഷ്ടം ആരെ സഹിക്കും? ഞങ്ങൾ എന്തിനു സഹിക്കണം? ഇതുപോലൊരു സ്ഥലത്ത് കിടന്ന് ഞങ്ങൾ നരകിക്കണോ? ഇവിടെ ഒരു വീട് കിട്ടിയതുകൊണ്ട് മാത്രം ഒന്നും ആവില്ല. അച്ഛൻ അത് അയാളോട് പറയണം. അയാൾ അച്ഛന്റെ മൂക്ക് ചെത്താനൊന്നും പോകുന്നില്ല. രൂപ 10 ലക്ഷം അയാൾ തന്നു. ഇനി ഒരു 10 ലക്ഷം കൂടി തരാന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഒരു ഗതിയില്ലാതെ കിടന്ന് നമുക്ക് 20 ലക്ഷം കിട്ടിയിട്ടും മതിയായില്ലടി നിനക്ക്? 20 ലക്ഷം എന്ന് കേട്ടപ്പോ അമ്മയുടെ കണ്ണു തള്ളി. അവർക്കതൊന്നും ഒന്നുമല്ല. നമ്മളെ പറ്റിച്ച് നാട് കിടത്തിയെന്നും പറഞ്ഞേ അവര് ചിരിക്കുന്നുണ്ടാവും. അച്ഛൻ ഇതൊന്നും കേട്ട് മണ്ടനായി പോവല്ലേ? അന്തസ്സായിട്ട് നമുക്ക് ജീവിക്കണം. ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ മാന്യമായിട്ട് കെട്ടിച്ചു വിടണ്ടേ? എന്നും കൂലിക്ക് വണ്ടി ഓടിച്ച് നടന്നാ മതിയോ? അച്ഛന് സ്വന്തമായിട്ടൊരു ലോറി മേടിക്കണ്ടേ? ഇതൊക്കെ വേണോന്ന് മനസ്സിലുണ്ടെങ്കിൽ കുറച്ചുകൂടി ബുദ്ധി കാണിക്കും. എന്റെ ഈശ്വരന്മാരെ, ഇതിനെ ഞാൻ തന്നെയാണോ പ്രസവിച്ചത്? എന്താടീ സംശയം? നീ പ്രസവിച്ചെന്നേ ഉള്ളൂ. അവളുടെ തന്തേ ഞാനാ. അവള് പറയുന്ന നേരാടി. മുട്ടയിടുന്ന താറാവിനെയാ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. തമിഴ്നാട്ടിൽ എവിടെ പോയിന്ന് പറഞ്ഞാൽ നമ്മൾ അന്വേഷിക്കുന്നത്. പളനിന്നൊരു ഹിന്ദി കിട്ടിയിട്ടുണ്ട്. പക്ഷെ എവിടെയെങ്കിലും ഉൾപ്രദേശത്താണെങ്കിലോ 10 ലക്ഷത്തിനൊരു വീട് വാങ്ങാനാ രാജപ്പന്റെ ഉദ്ദേശമെങ്കിൽ അതാർക്കും പെട്ടെന്നൊന്നും ചെന്നെത്താൻ പറ്റാത്തൊരു സ്ഥലത്തായിരിക്കും. അവിടെ ചെന്ന് അർച്ചനെ തെരഞ്ഞു കണ്ടുപിടിക്കാവുന്ന വിശ്വാസമൊന്നും എനിക്കുമില്ല ശബരി. പക്ഷേ എവിടെയാണെങ്കിലും അവൾക്കെന്നെ മറന്നു കളയാൻ പറ്റില്ലടാ. അവളുടെ കഴുത്തിൽ ഞാനൊരു താലി കെട്ടിയിട്ടുണ്ട്. അന്ന് ഞാനത് ചെയ്തത് ഒരു കുറ്റബോധം ഉണ്ടാവാതിരിക്കാനാ. അവളെ എന്നേക്കുമായിട്ട് കൈവിട്ട് കളയാനായിരുന്നെങ്കിൽ ദൈവം എന്നെ കൊണ്ട് അത് ചെയ്യിക്കില്ലായിരുന്നു. നീ ഇപ്പോഴും പ്രതീക്ഷയിലാണ്? ഞാൻ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ലേ. കഴുത്തിൽ അണിഞ്ഞ് നടക്കുന്നില്ലെങ്കിലും അവളുടെ കഴുത്തിൽ താലി കിട്ടിയവനല്ലടാ ഞാൻ. എവിടെയാണെങ്കിലും അവൾ എനിക്കായി കാത്തിരിക്കും. അർച്ചനയ്ക്ക് കാത്തിരുന്നേ തീരൂ. എന്നോടൊരു വാക്ക് പറയാതെ അവൾ പോയത് എന്തിനാണെന്ന് എനിക്ക് ഊഹിക്കാനാവും. അവളുടെ അനിയത്തിമാരെ ഓർത്തിട്ടാ. അവൾക്ക് മാത്രമായിട്ടൊരു ജീവിതം അവൾ ആഗ്രഹിക്കുന്നില്ല. ശ്രുതിക്ക് അർച്ചനെ കൈവിട്ടു പോയെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി. സമയമാകുമ്പോൾ അവൾ എന്നെ വിളിക്കും. അതുവരെ കാത്തിരിക്കാനുള്ള മനസ്സെനിക്കുണ്ട്. നിന്റെ ഈ അമിത വിശ്വാസം എന്നെ പേടിപ്പിക്കുന്നത്. ഇത് അമിത വിശ്വാസമൊന്നും അല്ല ശബരി. ആ താലികെട്ടിന്റെ കഥ നിങ്ങൾക്ക് 2 പേർക്ക് മാത്രമേ അറിയൂ. അങ്ങനെ ഒരു സംഭവം നടന്നതായി അർച്ചന വീട്ടുകാരെ അറിയിക്കാനും പോകുന്നില്ല. ഇനി അവൾക്കത് പറയാനും കഴിയില്ല. ഒന്നുകിൽ അതൊരു രജിസ്റ്റർ മാരേജ് ആവണം, അല്ലെങ്കിൽ ഒരു സാക്ഷിയെങ്കിലും വേണം. 2 പേര് തമ്മിലുള്ള ഇഷ്ടം, അത്രയേ ഉള്ളൂ ആ ഒരു താലികെട്ടിനും. അവൾ അത് മോഹിച്ചതുമല്ല. എങ്കിലും ഒരു പെണ്ണിന് വെറുതെ അങ്ങ് മറന്നു കളയാൻ പറ്റുന്നതാണോ അവിടെ താലി? തർക്കിക്കാൻ ഞാനില്ല സുധി. ഒരു കാര്യം സുധി ഓർക്കണം, രാജപ്പന് അർച്ചന ഒരു ബാധ്യതയാണ്. എവിടെ പോയാലും അർച്ചന തന്റെ മൂത്ത മകളാണെന്ന് രാജപ്പന് പറയേണ്ടി വരും. ആദ്യം അവളെ വിവാഹം കഴിപ്പിച്ച് വിടേണ്ട ഉത്തരവാദിത്വവും അയാൾക്കുണ്ട്. മൂത്ത മകൾ നിൽക്കുമ്പോൾ തൊട്ട് താഴെയുള്ള പെൺകുട്ടികളുടെ കെട്ട് നടത്താൻ പറ്റില്ലല്ലോ. അർച്ചനെ പോലൊരു സുന്ദരിയായ പെണ്ണിന്റെ വിവാഹം നടത്താൻ രാജപ്പന് എളുപ്പത്തിൽ കഴിയും. അയാളുടെ സ്വന്തം മോളൊന്നുമല്ലല്ലോ. ഏതെങ്കിലും ഒരുത്തന്റെ തലയെ കെട്ടിവെച്ച് കൈ കഴിയോ പോരെ? നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞതല്ല. അവള് കാത്തിരിക്കും, സമയമാകുമ്പോൾ നിന്നെ വിളിക്കുമെന്നൊക്കെ കരുതുന്നത് മണ്ടത്തരമാണ് സുധി. നമുക്ക് കഴിയുന്ന സോഴ്സ് വെച്ച് നമ്മൾ അന്വേഷിക്കണം. അന്വേഷിക്കുന്നത് അങ്കിൾ അറിയാനും പാടില്ല. നീ വാ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്നൊന്ന് ആലോചിക്കാം. എൻ്റെ ഒരു ഫ്രണ്ട് പളനിയിലുണ്ട്. അവന് കുറച്ച് നെറ്റ്വർക്കൊക്കെ ഉണ്ട്. നമുക്ക് അവനെ ചെന്നൊന്ന് കാണാം. വണ്ടിയിലോട്ട് കയറ്, എന്നിട്ട് എൻ്റെ പിന്നാലെ വാ. എന്തായിട്ട് ഇവിടെ ചവിട്ടിയത്? എനിക്കിവിടെ ഒരാളെ കാണാനുണ്ട്. നീ വണ്ടി എടുത്ത് വെക്കോ, ഞാൻ വന്നോളാം. ചേട്ടൻ വരാൻ വൈകോ? ഹാ, അതല്ലേടാ പറഞ്ഞത്.
നീ ചെല്ല്. ഓ ശരി. ജയന്തേ, ആ കേറി വാ. രാജപ്പന്റെ അവിടുത്തെ താമസമൊക്കെ എങ്ങനെയുണ്ട്? സാറിന്റെ കാരുണ്യം കൊണ്ട് കുറച്ച് മണ്ണും ഒരു വീടും കിട്ടി സാറേ. ആ പെണ്ണ് കാരണമാണെന്ന് കരുതിക്കോ, നിന്റെ രക്ഷയും ശിക്ഷയും അവളാ. ഏതാ സ്ഥലം? റോസ്മല. ശരിക്കും മലയാ കൊച്ചമ്മേ. ആര്യങ്കാവിൽ നിന്നും 10-15 കിലോമീറ്റർ കാട്ടിലൂടെ ഉള്ളി പോണം. താമസം എവിടെയായാലും എന്താ, ആ പെണ്ണിന്റെ ഒരു കോള് പോരെ വിവരം സുധിയുടെ കാതിലെത്താൻ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല കൊച്ചമ്മേ. അവള് വിളിക്കില്ലാന്ന് എന്തോറപ്പാ രാജപ്പനുള്ളത്? ഉറപ്പുണ്ട് കൊച്ചമ്മേ. എനിക്ക് സത്യം ചെയ്യാൻ 2 പെമ്മക്കളുടെ ജീവിതമില്ലേ. അവള് സുധി സാറിനെ വിളിക്കില്ല. സുധി സാർ അവളെ കണ്ടെത്താനും പോകുന്നില്ല. രാജപ്പന് ഒരു 10 ലക്ഷം രൂപ കൂടി വേണം. അതിന് ഞങ്ങൾക്ക് ഇങ്ങനൊരു ഉറപ്പ് തന്നേ തീരുമെന്ന് രാജപ്പന് അറിയാം. പക്ഷേ ഞങ്ങൾക്ക് ആ ഉറപ്പ് വേണ്ടെങ്കിലോ? അവളൊരു സൂത്രശാലിയാ. ഇപ്പോഴത്തെ ഒച്ചപ്പാടൊന്ന് അടങ്ങാൻ കാത്തിരിക്കുക. കാശിന് വേണ്ടി ഞാൻ കള്ളം പറയുകയാണെന്ന് കൊച്ചമ്മ വിചാരിക്കരുത്. അവരുടെ കാര്യത്തിൽ എനിക്കോ തനിക്കോ ഒരു ഉറപ്പും ഈ കാര്യത്തിലില്ല. നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കാനും പോകുന്നില്ല. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കണം. സാറെന്തോ മനസ്സിൽ വെച്ച് പറയുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്തു തന്നെയായാലും പറയണം സാറേ. രാജപ്പൻ സാറിനെ ചതിക്കില്ല. താനവളെ കൊന്നുകളയൊന്നും വേണ്ട. പക്ഷേ ഒരു ജീവിതം അവൾക്കും വേണം. അവളെ ഉള്ള കാലം മുഴുവൻ അങ്ങനെ നിർത്താൻ രാജപ്പനും പറ്റില്ലല്ലോ. നിന്റെ 2 പിള്ളേരുടെ കെട്ട് നടത്തണ്ടേ? വേണം സാറേ. അവരെ കൊള്ളാവുന്ന പയ്യന്മാരുടെ കൂടെ ആ നാട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടാലേ എനിക്ക് സമാധാനം കിട്ടും. മൂത്ത പെണ്ണിന് തയ്യൽ പണിയൊക്കെ ഉണ്ടായിരുന്നത്, അതും ഇപ്പോൾ ഇല്ലാതായി. 2ാമത്തെ കുട്ടിയുടെ പഠിപ്പും തീർന്നു. അപ്പൊ എല്ലാത്തിനും പരിഹാരം ഒന്നേ ഉള്ളൂ, അവളുടെ വിവാഹം നടത്തണം. അവളെ അങ്ങനെ നിർത്തിക്കൊണ്ടു പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതെനിക്കും നിനക്കും സമാധാനം തരില്ല. കാണാൻ ചന്തമുള്ള പെണ്ണല്ലേ അവള്. സുധി അവളെ കണ്ട് മോഹിക്കണമെങ്കിൽ സാധാരണ പെണ്ണൊന്നും ആയിരിക്കില്ല. ഒരു പയ്യനെ കണ്ടെത്താൻ രാജപ്പന് പ്രയാസമൊന്നും വരില്ല. നിന്റെ കൂട്ടത്തിൽ തരക്കേടില്ലാത്ത ആമ്പിള്ളേരില്ലടാ, നല്ല ഉശിരുള്ള ഡ്രൈവർമാര്. ഡ്രൈവർമാരെ കൊണ്ടു സാറേ. പക്ഷേ എന്താടാ ഒരു പക്ഷേ? ഇപ്പോൾ എനിക്കതിനുള്ള നിവൃത്തിയില്ലെന്ന് സാറിനറിയില്ലേ. സാറൊരു 10 ലക്ഷം രൂപ കൂടി തന്നാലും വീടിനുള്ള കാശ് തികയില്ല. കുറച്ച് കടം കൂടി വാങ്ങേണ്ടി വരും. അതിനിടയ്ക്ക് എങ്ങനെയാ സാറേ ഞാനൊരു പെണ്ണിൻ്റെ കെട്ട് നടത്തുന്നത്? ഒരു പയ്യൻ വന്നാലുള്ള ചോദ്യം സാറിനറിയാലോ. സ്ത്രീധനമായിട്ട് അവൻ ചോദിക്കുന്നൊരു ലോറിയായിരിക്കും. അത് പോട്ടെന്ന് വയ്ക്കാം. കുറഞ്ഞത് 25 പവനും 5 ലക്ഷം രൂപ സ്ത്രീധനവും കൊടുക്കണ്ടേ സാറേ? ഇക്കാലത്ത് ചന്തം കണ്ടൊന്നും ആരും കെട്ടിക്കൊണ്ടു പോകില്ല സാറേ. രാജപ്പൻ പറയുന്നതും ശരിയല്ലേ. ഇത്രയൊക്കെ സഹായം ചെയ്തില്ലേ, ആ പെണ്ണിന്റെ കെട്ടുകൂടി അങ്ങ് നടത്തിച്ചു കൊടുത്തൂടെ? അവളുടെ കണ്ണീര് സുധിയുടെ ജീവിതത്തിൽ വീഴാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് ആവശ്യമില്ലാത്ത ഏർപ്പാടാന്ന് എനിക്കറിയാം. പക്ഷേ ജയന്തിക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ ഞാനെതിര് പറയുന്നില്ല. രാജപ്പനൊരു പയ്യനെ കണ്ടെത്തി തീയതിയും കുറിച്ച് വാ. 25 പവനും 5 ലക്ഷം രൂപയും ഞാൻ തരാം. സാറിനും കൊച്ചമ്മയ്ക്കും ഇങ്ങനൊരു മനസ്സ് വന്നല്ലോ. ആർക്കും തോന്നാത്തതാ കൊച്ചമ്മേ. വിവാഹം 1 മാസത്തിനുള്ളിൽ നടന്നിരിക്കണം. രാജപ്പൻ അറിയാലോ, സുധിയുടെ വിവാഹ തീയതി കുറിച്ചാൽ പിന്നെ സൗജന്യമൊന്നും പ്രതീക്ഷിക്കണ്ട. അതിനു മുമ്പ് ഞാൻ അവളുടെ വിവാഹം ഉറപ്പിക്കും സാറേ. ജയന്തി, ആ ക്യാഷ് എടുത്ത് രാജപ്പന് കൊടുത്തേക്ക്. എന്റെ കണ്ണു വെട്ടിച്ച് എന്തുമാകാമെന്നൊരു ചിന്ത രാജപ്പനുണ്ടെങ്കിൽ അത് വേണ്ട. 20 ലക്ഷം രൂപ കയ്യിലെത്തുമ്പോ രാജപ്പൻ ഓർക്കണം, ഇതൊരു കുരുക്കാവരുതെന്ന്. കുരുക്കായാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്പെടില്ല. പിന്നെ നീ താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം എനിക്ക് കിട്ടിക്കഴിഞ്ഞു.
ഇനി രാജപ്പൻ ഇവിടേക്ക് വരേണ്ടത് അർച്ചനയുടെ വിവാഹക്കുറിയുമായിട്ടായിരിക്കണം. മാസം 1 കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരണമെന്നില്ല. 2 ആഴ്ചക്കുള്ളിൽ ഞാൻ വരും സാറേ. എന്നാ രാജപ്പൻ ചെല്ല്. ഓ, ഓ, സുധി സാറല്ലേ? അതെ, നിങ്ങളാരാ? സാർ എന്നെ മനസ്സിലായില്ലേ? ഞാൻ രാജപ്പൻ, ലോറി ഡ്രൈവർ രാജപ്പൻ. അർച്ചനയുടെ ചിറ്റപ്പനെ. അവൾ എവിടെ ഉണ്ടോ? പറയടോ, എന്റെ പെണ്ണിനെ താൻ എവിടെയാണ് കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന്. ഷർട്ടിൽ നിന്ന് പിടിപിടി സാറേ. ഇതിൽ പിടിച്ചിട്ടുള്ള ഒരു വിവരം അറിഞ്ഞിട്ടുണ്ട്. കൈയെടുക്കണ. രാജപ്പനൊരു പേടിത്തൊണ്ടനല്ലെന്ന് മനസ്സിലായല്ലോ. ഇനി പറ, സാറിന് എന്താ വേണ്ടേ? അർച്ചന എവിടെയുണ്ട്? അതെന്ത് ചോദ്യോ സാറേ? അവൾ എൻ്റെ വീട്ടിലുണ്ട്. ഞായറാഴ്ച വരെ അവൾ എൻ്റെ വീട്ടിലുണ്ടാവും. അത് കഴിഞ്ഞ് അവൾ കോയമ്പത്തൂർ പോകും. അവിടെയാ അവളെ കിട്ടുന്നവൻ്റെ വീട്. ഇടോ താൻ. ഒച്ചയെടുത്തിട്ട് കാര്യമൊന്നുമില്ല സാറേ. ഞായറാഴ്ച അവളുടെ കല്യാണമാണ്. അവിടെ ഒരു മുത്തുമാരിയമ്മൻ കോവിൽ വെച്ച്. ഞാനിത് വിശ്വസിക്കില്ല. സാറ് വിശ്വസിച്ചിട്ട് എനിക്കെന്ത് നേട്ടമാവുള്ളത്? അവളുടെ വിവാഹം നടത്താൻ താൻ ആരാടോ? അല്ല, ഇതൊക്കെ ചോദിക്കാൻ താനാരാ? ഒരു ദിവസം കണ്ണൂർ കൊണ്ടുപോയെന്ന് വെച്ച് കൂടുതൽ അവകാശമൊന്നും ഇങ്ങോട്ട് കാണിക്കല്ലേ. പാവപ്പെട്ടൊരു വീട്ടിലെ പെങ്കൊച്ചിനെ വളച്ചെടുത്ത് കൊണ്ടുപോയ ധൈര്യത്തിൽ വീണ്ടും മുട്ടാൻ വന്നേക്കാണോ? രാജപ്പൻ ഇതുവരെ ക്ഷമിച്ചത് വിശ്വനാഥൻ സാറിനെ ഓർത്ത. കല്യാണം കഴിപ്പിച്ച് വിടാൻ ഒന്ന് സഹായിക്കാമെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം തന്ന പണമായത്. ആ നല്ല മനുഷ്യന്റെ മോന്റെ ദേഹത്ത് കൈവയ്ക്കാൻ ഒരു മടി. വഴിന്ന് മാറി സാറേ. Yeah.